السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സഹാബ के जिक्र में आज मैं സഹാബാക്കളുടെ സംഭവങ്ങളിൽ ഞാൻ ഇന്ന് രണ്ട് സഹാബാക്കളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഹസ്രത്ത് അബു ഉസൈദ് മാലിക് ബിൻ റബീഅ സഅദി. ഹസ്രത്ത് മാലിക് ബിൻ റബീഅ തന്റെ വിളിപ്പേരായ ഉസൈദ് എന്ന പേരിൽ പ്രസിദ്ധനാണ്. ചിലർ അദ്ദേഹത്തിന്റെ പേര് ബിലാൽ ബിൻ റബീഅ എന്ന് പറഞ്ഞിരിക്കുന്നു. ഖദരജ് ഗോത്രത്തിന്റെ ശാഖയായ ബനു സആദയുമായാണ് അദ്ദേഹത്തിന്റെ ബന്ധം. ഹസ്രത്ത് അബു ഹുസൈദ് മാലിക് ബിൻ റബീഅ പൊക്കം കുറഞ്ഞ വ്യക്തിയായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ താടിരോമം നരച്ചിരുന്നു. അദ്ദേഹത്തിന് കനത്ത മുടിയുണ്ടായിരുന്നു. വാർദ്ധക്യത്തിൽ അദ്ദേഹത്തിന് അന്ധ്യത ബാധിച്ചു. ഹിജറ 60 ഹസ്രത്ത് മുആവിയയുടെ കാലഘട്ടത്തിൽ 75-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ വഫാത്ത് സംഭവിച്ചു. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത അൻസാർ സഹാബാക്കൾ വെച്ച് ഏറ്റവും അവസാനം വഫാത്തായ സഹാബിയായിരുന്നു ഇദ്ദേഹം. ഹസ്രത്ത് അബു ഉസൈദ് ബദർ, ഉഹദ്, ഖന്ദക് അതിനുശേഷമുള്ള യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടൊപ്പം പങ്കെടുത്തു. മക്ക വിജയ സമയത്ത് അബു ഉസാദ ഗോത്രത്തിന്റെ പതാക ഇദ്ദേഹത്തിന്റെ കൈവശമാണ് ഉണ്ടായിരുന്നത്. ഹസ്രത്ത് സഅദ് ബിൻ സഅദിൽ നിന്ന് നിവേദനം, ഹസ്രത്ത് അബു ഉസൈദ് സഅദി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ വിവാഹ വിരുന്നിനായി ക്ഷണിച്ചു. ആ ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സൽക്കരിച്ചു. അവർ തന്നെയായിരുന്നു നവവധു. വളരെ ലാളിത്തോടെയാണ് വിവാഹം നടന്നിരുന്നത്. വിവാഹ സൽക്കാരത്തിൽ നവവധു തന്നെ ആഹാരം പാകം ചെയ്തു വിളമ്പുന്നു. ഹസ്രത്ത് സഅദ് പറയുന്നു, നിങ്ങൾക്കറിയാമോ? ചോദ്യം പറഞ്ഞതിന് ശേഷം ഉത്തരം നൽകുന്നു. അദ്ദേഹത്തിന്റെ ശൈലിയാണ്. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് കുടിക്കാനായി നൽകിയത് എന്താണെന്നറിയാമോ? അവർ അവിടുന്നായി ഒരു പാത്രത്തിൽ രാത്രി ഈന്തപ്പഴങ്ങൾ കുതിർത്തു. അവിടുന്ന് ആഹാരം കഴിച്ചതിന് ശേഷം അവർ അതിന്റെ സർബത്ത് അവിടുന്ന് കുടിക്കാനായി നൽകി. ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പക്കൽ കുറച്ച് തടവുകാർ വന്നു. അതിലൊരു സ്ത്രീ വിലപിക്കുന്നതായി അവർ കണ്ടു. അവിടുന്ന് ആ സ്ത്രീയോട് ചോദിച്ചു, എന്ത് കാര്യമാണ് നിന്നെ കരയിപ്പിക്കുന്നത്? അവർ പറഞ്ഞു, എനിക്കും എന്റെ മകനുമിടയിൽ അവനെ ബനു ഉബൈസ് ഗോത്രത്തിന് വിറ്റുകൊണ്ട് അകൽച്ചയുണ്ടാക്കിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തടവുകാരുടെ ഉടമസ്ഥനെ വിളിപ്പിച്ചു.
വിളിച്ചപ്പോൾ കണ്ടത് അത് അബൂ ഉസൈദ് ബിൻ സആദിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചോദിച്ചു, നീ ഇവരുടെയും മകന്റെയും ഇടയിൽ അകൽച്ചയുണ്ടാക്കിയോ? അദ്ദേഹം പറഞ്ഞു, അവൻ നടക്കുന്ന കാര്യത്തിൽ ബലഹീനനായിരുന്നു, ഇവർക്ക് കുട്ടിയെടുക്കാനുള്ള ശക്തിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവനെ വനു അബസിന് വിറ്റു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ സ്വയം പോയി അവനെ തിരിച്ചു കൊണ്ടുവരിക. അങ്ങനെ അബൂ ഉസൈദ് ചെന്ന് ആ കുട്ടിയെ തിരികെ കൊണ്ടുവന്നു. ആ കുട്ടിയെ അതിന്റെ മാതാവിന് തിരിച്ചു നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരിൽ ശക്തി ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, എന്നാൽ മാതാവിനെ കുട്ടിയുടെ കാര്യത്തിൽ പ്രയാസപ്പെടുത്താൻ പാടില്ല. അത് തടവുകാരിയാണെങ്കിലും ശരി, അടിമയാണെങ്കിലും അടിമ സ്ത്രീയാണെങ്കിലും ശരി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുതിരകളുടെയും ഒട്ടകത്തിന്റെയും മത്സരം സംഘടിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഒട്ടകത്തിൽ ബിലാലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അത് എല്ലാ ഒട്ടകത്തെക്കാളും മുൻപന്തിയിലെത്തി. അതുപോലെ അങ്ങയുടെ കുതിരയും കുതിര ഓട്ടവും നടത്തി. അങ്ങയുടെ കുതിരയുടെ മേൽ അബൂ ഉസൈദ് സആദി ആയിരുന്നു സഞ്ചരിച്ചിരുന്നത്. അതും മറ്റുള്ളവരെ പിന്നിലാക്കിയുണ്ടായി. ഹസ്രത്ത് സആൽ നിവേദനം ചെയ്യുന്നു, അബൂ ഹുസൈദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മുൻസിർ ബിൻ അബി ഹുസൈദ് ജനിച്ചപ്പോൾ അവനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സമക്ഷം ഹാജരാക്കി. അവിടുന്ന് ആ കുട്ടിയെ തന്റെ മടിയിലിരുത്തി. അപ്പോൾ അബൂ ഹുസൈദും അവിടെ ഉണ്ടായിരുന്നു. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എന്തോ ജോലിയിൽ വ്യാപൃതനായി എഴുന്നേറ്റ് അവിടുന്ന് പോയി. ഹസ്രത്ത് അബൂ ഹുസൈദ് ആംഗ്യം കാണിച്ചു. അവിടെ നിന്ന് പോയില്ല, അവിടെ തന്നെ എന്തോ ജോലിയിൽ വ്യാപൃതനായി. അപ്പോൾ മുൻസിറിനെ ആരോ അങ്ങയുടെ മടിയിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി. അങ്ങയുടെ ജോലി അവസാനിച്ചപ്പോൾ ചോദിച്ചു, കുട്ടി എവിടെ പോയി? ഹസ്രത്ത് അബൂ ഹുസൈദ് പറഞ്ഞു, അല്ലയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അവനെ തിരിച്ച് വീട്ടിലേക്ക് അയച്ചു. നബി ചോദിച്ചു, അവന്റെ പേരെന്താണ് നീ വെച്ചത്? അബൂ ഹുസൈദ് ഏതോ പേര് പറഞ്ഞു, ഇന്ന പേരാണ് വെച്ചിരിക്കുന്നത്. അവിടുന്ന് പറഞ്ഞു, അങ്ങനെയല്ല, അവന്റെ പേര് മുൻസിർ എന്നാണ്. ആ ദിവസം നബി അവന്റെ പേര് മുൻസിർ എന്ന് വെച്ചു. ഷാരീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ കുട്ടിയുടെ പേര് മുൻസിർ എന്ന് വെക്കാനുള്ള കാരണം പറഞ്ഞത് ഇപ്രകാരമാണ്. അത് അബൂ ഹുസൈദിന്റെ പിതൃവ്യ സഹോദരന്റെ പേര് മുൻസിർ ബിൻ അമർ എന്നായിരുന്നു. ജബൂറെ മാമൂന ഇൽ വഫാത്തായിരുന്നു, ഷഹീദായിരുന്നു. അതുകൊണ്ട് ഈ പേര് അവൻ നല്ല അനന്തരാവകാശിയായി മാറുന്നതിന് വേണ്ടിയാണ് വെച്ചത്. ഹദരത്ത് സുലൈമാൻ ബിൻ യസാറിൽ നിന്ന് നിവേദനം, ഹദരത്ത് ഉസ്മാന്റെ ഷഹാദത്തിന് മുമ്പ് ഹസരത്ത് ഹുസൈൻ ബിൻ സാദിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു, അന്ധത ബാധിച്ചു. ഇക്കാര്യത്തിൽ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, അള്ളാഹുവിന് നന്ദി, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് എനിക്ക് കാഴ്ച നൽകി അനുഗ്രഹിച്ചു. ആ എല്ലാ ബർക്കത്തുകളും ഞാൻ കണ്ടു. പിന്നെ അള്ളാഹു ജനങ്ങളെ പരീക്ഷണത്തിൽ അകപ്പെടുത്തിയപ്പോൾ എന്റെ കാഴ്ച നഷ്ടപ്പെടുത്തി. ഈ മോശാവസ്ഥ കാണാതിരിക്കാൻ എന്റെ കാഴ്ച എടുത്തു കളഞ്ഞു. ഹസ്രത്ത് ഉസ്മാൻ ബിൻ ഉബൈദുള്ള സഅദ് ബിൻ വക്കാസിന്റെ സ്വതന്ത്രനാക്കപ്പെട്ട അടിമയാണ്. അദ്ദേഹം വിവരിക്കുന്നു, ഞാൻ ഇബ്നു ഉമർ, ഹസ്രത്ത് അബൂ ഹുറൈറ, ഹസ്രത്ത് അബൂ ഖതാദ, ഹസ്രത്ത് അബൂ ഹുസൈദ് സഅദിയെ കണ്ടിട്ടുണ്ട്. ഈ മഹത് വ്യക്തികൾ ഞങ്ങളുടെ അടുത്തൂടെ പോകുമ്പോൾ ഞങ്ങൾ മക്തമയിലായിരിക്കുന്ന സമയത്ത് ഹബീറിന്റെ സുഗന്ധം ഞങ്ങൾ ഇവരിൽ നിന്ന് അനുഭവിച്ചിരുന്നു. ഒരു തരത്തിലുള്ള സുഗന്ധമാണ്, സാഫ്രാൻ പോലുള്ള മറ്റു പല വസ്തുക്കളും ചേർത്തുണ്ടാക്കുന്നതാണ്. മർവ ബിൻ അൽ ഹക്കം ഹസ്രത്ത് അബൂ ഹുസൈദ് സാദിയെ സദക്കയുടെ ആമിൽ ആക്കി നിശ്ചയിച്ചിരുന്നു, അത് സ്വരുക്കൂട്ടുകയും വിതരണം ചെയ്യുന്നതിനും വേണ്ടി. അത് അബൂ ഹുസൈദ് സാദി വാതിൽപ്പടിയിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് എല്ലാ വസ്തുക്കളും വിതരണം ചെയ്യാൻ നൽകുമായിരുന്നു. അവസാനം അദ്ദേഹത്തിന് കടിഞ്ഞാനാണ് നൽകാറ്. അത് നൽകിക്കൊണ്ട് ഇങ്ങനെ പറയും, ഇത് നിങ്ങളുടെ ധനത്തിൽ നിന്നുള്ളതാണ്. ഹസ്രത്ത് അബൂ ഉസൈദ് ഒരിക്കൽ സദക്കയുടെ ധനം വിതരണം ചെയ്യുന്നതിനായി വന്നു. സാധനങ്ങൾ മുഴുവനും വിതരണം ചെയ്തിട്ട് തിരിച്ചുപോയി.
വീട്ടിൽ ചെന്ന് കിടന്നു ഉറങ്ങിയപ്പോൾ സ്വപ്നത്തിൽ അദ്ദേഹം കാണുന്നു ഒരു സർപ്പം അദ്ദേഹത്തിന്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്നു. പരിഭ്രമിച്ചുകൊണ്ട് എഴുന്നേറ്റു. എന്നിട്ട് ചോദിച്ചു, തന്റെ ഭൃത്യനോടോ അതോ ഭാര്യയോടോ ചോദിച്ചു, വിതരണം ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് തന്ന ധനത്തിൽ ഇനി വല്ലതും മിച്ചമായിട്ടുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല. അപ്പോൾ അബൂ ഹുസൈദ് പറഞ്ഞു, പിന്നെ എന്തിനാണ് സർപ്പം എന്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചത്? പരിശോധിച്ചു നോക്കി വല്ലതും ഒരുപക്ഷെ മിച്ചമുണ്ടെങ്കിലോ? അപ്പോൾ അവർ നോക്കി. അവർ പറഞ്ഞു, ആ ശരിയാണ്, ഒട്ടകത്തെ കെട്ടിയിടുന്ന ഒരു കയറുണ്ട്, അതിനെ ഒരു സഞ്ചി കെട്ടിയിടാനായി ഉപയോഗിച്ചിരുന്നു. അങ്ങനെ അബൂ ഹുസൈദ് ആ കയറുമെടുത്തു പോയി അത് തിരിച്ചു നൽകി. അള്ളാഹു ഈ സഹാബാക്കളെ തഖ്വയുടെ അതിസൂക്ഷ്മ മാർഗത്തിലൂടെ ചലിപ്പിച്ച് അമാനത്തിന്റെ ഉന്നത നിലവാരം പ്രദർശിപ്പിക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ സ്വപ്നത്തിലൂടെ അവരെ വഴികാട്ടുകയും ചെയ്തു. അമാറ ബിൻ ഗസിയ തന്റെ പിതാവിന്റെ നിവേദനം വിവരിച്ചുകൊണ്ട് പറയുന്നു, കുറച്ച് യുവാക്കൾ അബൂ ഹുസൈദിനോട് അൻസാറുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ച പ്രത്യേകതകളെ ചോദിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രകാരം പറയുന്നതായി കേട്ടു, അൻസാറുകളിലെ എല്ലാ ഗോത്രങ്ങളിലും വെച്ച് ഏറ്റവും നല്ല അബൂ നജ്ജാറിന്റെ ഗോത്രമാണ്. പിന്നെ അബൂ അഷൽ, പിന്നെ ബനു ഹാരസ്, ബനു ഹദറജ്, ബനു ഉസാദ. അൻസാറുകളുടെ എല്ലാ വീട്ടുകളിലും നന്മ നിറഞ്ഞതാണ്. ഇതിനെക്കുറിച്ച് ഹസ്രത്ത് അബൂ ഹുസൈൻ പറയുന്നു, ഞാൻ ഹക്കല്ലാതെ മറ്റെന്തെങ്കിലും സ്വീകരിക്കുമായിരുന്നുവെങ്കിൽ ഞാൻ ബനു ഉസാദയിലെ ഗോത്രത്തിൽ നിന്ന് പ്രാരംഭം കുറിക്കുമായിരുന്നു. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് ചരിത്രത്തെ സംബന്ധിച്ച് വിവരിക്കുന്നു. അറേബ്യയിൽ വിജയം ഉണ്ടായപ്പോൾ, ഇസ്ലാം വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ കിൻദ ഗോത്രത്തിലെ ഒരു സ്ത്രീ, അവരുടെ പേര് അസ്മ മൈമന എന്തോ ആയിരുന്നു, ജോനിയ ബിൻത് ജോൻ എന്നും പറയപ്പെടുന്നു. അവിടെ സഹോദരൻ ലുഖ്മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സമക്ഷം തന്റെ ഗോത്രത്തിന്റെ പ്രതിനിധിയായിക്കൊണ്ട് ഹാജരായി. ആ അവസരത്തിൽ തന്റെ സഹോദരിയുടെ വിവാഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുമായി നടത്തുവാനുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സവിധത്തിൽ അപേക്ഷിക്കുകയും ചെയ്തു. എന്റെ സഹോദരി മുമ്പ് ഒരു ബന്ധുവുമായി വിവാഹം നടന്നിരുന്നു, ഇപ്പോൾ വിധവയാണ്, അതീവ സുന്ദരിയും അനുയോജ്യമാണ്, അവിടുന്ന് അവളെ വിവാഹം ചെയ്താലും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അറേബ്യൻ ഗോത്രങ്ങളുടെ പരസ്പര ബന്ധം സ്ഥാപിക്കുന്നതിൽ താല്പര്യമുണ്ടായിരുന്നു. അവിടുന്ന് ഇദ്ദേഹത്തിന്റെ ആലോചന സ്വീകരിച്ചു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, 12.5 ഓക്കിയ വെള്ളി മഹറായിക്കൊണ്ട് ഈ നിക്കാഹ് നടത്തുന്നതാണ്. അയാൾ പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഞങ്ങൾ വളരെ ആദരണീയരാണ്, ധനവാന്മാരാണ്, ഇത് വളരെ കുറവാണ്. അവിടുന്ന് പറഞ്ഞു, ഇതിനേക്കാൾ കൂടുതലായി ഞാൻ എന്റെ ഒരു ഭാര്യയ്ക്കോ പെൺമക്കൾക്കോ മഹറായി നിശ്ചയിച്ചിട്ടില്ല. അദ്ദേഹം അതിനെ അംഗീകരിച്ചു. ശരിയെന്ന് പറഞ്ഞ് നിക്കാഹ് നടത്തി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ആരെയെങ്കിലും അയച്ച് അങ്ങയുടെ പത്നിയെ വിളിപ്പിച്ചാലുമെന്ന് അപേക്ഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉസൈദിനെ ഈ ജോലിക്കായി നിശ്ചയിച്ചു. അദ്ദേഹം അവിടെ പോയി. ജോനിയ അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഹസ്രത്ത് ഹുസൈദ് പറഞ്ഞു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഭാര്യമാർക്ക് ഹിജാബിനുള്ള കൽപ്പന ഇറങ്ങിയിട്ടുണ്ട്. അവർ മറ്റു നിർദ്ദേശങ്ങളും അവിടുന്ന് നൽകിയത് ചോദിച്ചറിഞ്ഞു. പിന്നെ ഒട്ടകപ്പുറത്തിരുത്തി മദീനയിലെത്തിച്ചു. ചുറ്റും ഈന്തപ്പന വൃക്ഷങ്ങളാൽ നിറഞ്ഞ ഒരു ഭവനത്തിൽ അവരെത്തിച്ചു. ആരുമായാണ് വിവാഹം നടന്നത്? അവരോടൊപ്പം ബന്ധുക്കൾ ഒരു ദാസിയെയും കൂടി അയച്ചിരുന്നു. ഹദ്റത്ത് മുസ്ലിം മൗദ് പറയുന്നു, ഏതുപോലെ നമ്മുടെ രാജ്യത്തും അക്കാലത്ത് പ്രയാസം കുറയ്ക്കുന്നതിനായി ധനികരായ ആളുകൾ ഇതുപോലെ അയക്കാറുണ്ട്. ഇപ്പോൾ ആ സമ്പ്രദായമില്ല, പഴയകാലത്താണ്. അവർക്ക് യാതൊരു പ്രയാസമുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുമായി വിവാഹം നടന്ന ഈ സ്ത്രീ സഹോദരന്റെ ആഗ്രഹത്താൽ വിവാഹാലോചന നടക്കുകയും നിക്കാഹ് നടത്തപ്പെടുകയും ചെയ്തിരുന്നു. ഈ സ്ത്രീയുടെ സൗന്ദര്യം വളരെ പ്രസിദ്ധമായിരുന്നു. സ്ത്രീകൾക്ക് പൊതുവിൽ വധുവിനെ കാണുവാനുള്ള താല്പര്യം കൂടുതലാണ്. മറ്റ് മുഹല്ലയിലെ സ്ത്രീകൾ അടുത്ത് കല്യാണ പെണ്ണ് വന്നു എന്നറിഞ്ഞാൽ കാണാനുള്ള താല്പര്യം വർദ്ധിക്കുന്നതാണ്. മദീനയിലെ സ്ത്രീകൾ അവരെ കാണാനായി വന്നു.
ഈ സ്ത്രീയുടെ സൗന്ദര്യം മുമ്പ് തന്നെ പ്രസിദ്ധമായിരുന്നു. ആ സ്ത്രീയുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഏതോ ഒരു സ്ത്രീ അവരെ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നിന്റെ അടുത്ത് വന്നാൽ നീ പറയുക, ഞാൻ അങ്ങയിൽ നിന്ന് അള്ളാഹുവിന്റെ അഭയം തേടുന്നു. ഇതിൽ നിന്ന് അദ്ദേഹം കൂടുതൽ നിന്നോട് അടുക്കുന്നതാണ്. മുസ്ലിം മൗദ് പറയുന്നു, ഈ കാര്യം ആ സ്ത്രീ സ്വയം ഉണ്ടാക്കിയതല്ല എങ്കിൽ തന്നെ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. വല്ല കപട വിശ്വാസി തന്റെ ഭാര്യ മുഖേനയോ ബന്ധുമുഖേനയോ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചതായിരിക്കാം. ചുരുക്കത്തിൽ ഇവരുടെ ആഗമനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ലഭിച്ചപ്പോൾ അവിടുന്ന് അവർക്കായി നിശ്ചയിച്ച ആ വീട്ടിലേക്ക് പുറപ്പെടുകയും ഹദീസിൽ എഴുതിയിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സമീപത്തെത്തിയപ്പോൾ അവിടുന്ന് അവരോട് പറഞ്ഞു, നിന്റെ നഫ്സിനെ എനിക്കായി ഹിബ ചെയ്താലും. അവർ മറുപടി നൽകി, മലിക്ക ഒരു സാധാരണ വ്യക്തി തന്നെ ഏൽപ്പിച്ചു നൽകാറുണ്ടെന്ന് ചോദിച്ചു. അബൂ ഹുസൈദ് പറയുന്നു, ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അപരിചിത ആയതിനാൽ ഭ്രമിക്കുകയാണ് എന്ന് കരുതി അവരെ സമാധാനിപ്പിക്കാനായി തന്റെ കരം അവരുടെ ദേഹത്ത് വെച്ചു. അവിടുന്ന് തന്റെ കരം വെച്ചത് ഉണ്ടായിരുന്നുള്ളൂ. അവർ ഈ മോശമായ ലജ്ജാവഹമുണ്ടാക്കുന്ന വാചകം പറഞ്ഞു, ഞാൻ അങ്ങയിൽ നിന്ന് അള്ളാഹുവിന്റെ അഭയം തേടുന്നു. മുസ്ലിം അത് പറയുന്നു, നബി അള്ളാഹുവിന്റെ നാമം ശ്രവിച്ച് ആദരവിന്റെ ആത്മാവിനാൽ നിറയ്ക്കപ്പെടും. പിന്നെ അവന്റെ മഹത്വം നിലനാട്ടുന്നതാണ്. അവരുടെ ഈ വാചകത്തിൽ ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ വലിയ ഒരു അസ്തിത്വത്തെ മുന്നിൽ വെച്ചിരിക്കുന്നു. അവന്റെ അഭയമാണ് തേടിയിരിക്കുന്നത്. അവൻ വലിയ അഭയം നൽകുന്നവനാണ്. അതുകൊണ്ട് നിന്റെ ഈ അപേക്ഷ ഞാൻ സ്വീകരിക്കുകയാണ്. ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു വന്ന് പറയുന്നു, അല്ലയോ അബൂ സയ്യിദ്, ഇവർക്ക് 2 പുതപ്പ് നൽകുക, ഇവരുടെ വീട്ടിൽ തിരിച്ച് എത്തിക്കുക. അങ്ങനെ അവർക്ക് മഹറിന്റെ ഭാഗം കൂടാതെ ഔദാര്യം എന്ന നിലയിൽ 2 പുതപ്പ് നൽകാനുള്ള കൽപ്പന നൽകി. അങ്ങനെ വിശുദ്ധ ഖുർആന്റെ കൽപ്പന വലാ തൻസഉ ഫസ്ല ബൈനക്കും, അതായത് പരസ്പരം ഉള്ള ബന്ധത്തിൽ ഈ ഔദാര്യത്തിന്റെ ആത്മാവ് വിസ്മരിക്കാതിരിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് അധികമെന്ന നിലയിൽ ഔദാര്യം കാണിച്ചു. മുസ്ലിം അത് എഴുതുന്നു, ഇവിടെ ശാരീരിക ബന്ധം നടക്കാതെ തന്നെ അവിടുന്ന് ആ സ്ത്രീയെ തിരിച്ചയച്ചു. അബൂ ഹുസൈൻ തന്നെയാണ് അവരെ വീട്ടിൽ തിരിച്ചെത്തിച്ചത്. അവരുടെ ഗോത്രത്തിന് ഇക്കാര്യം വല്ലാത്ത ക്ഷീണമുണ്ടാക്കി. ഗോത്രക്കാർ ഇവരുടെ മേൽ കുറ്റം ചാർത്തി. അവർക്ക് ഇതേ ഉത്തരമാണ് അവർ നൽകിയത്, ഇത് എന്റെ നിർഭാഗ്യതയാണ്. ചില അവസരത്തിൽ അവർ ഇതും പറഞ്ഞു, എന്നെ വഴിതെറ്റിച്ചു. പറയപ്പെട്ടു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ അടുത്ത് വന്നാൽ നീ മാറി നിൽക്കുന്നതും വെറുപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മേൽ നിനക്കൊരു അധികാരം നൽകുന്നതാണ്. ഈ കാരണമാണോ മറ്റോ എന്നറിയില്ല. എന്തു തന്നെയായാലും അവർ വെറുപ്പ് പ്രകടിപ്പിച്ചു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് വിട്ടുമാറി, അവരെ തിരിച്ചയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ആക്ഷേപം ഉന്നയിക്കുന്നു. ഭാര്യമാരെ സംബന്ധിച്ച് അവിടുന്ന് നഊദുബില്ല സുന്ദരികളായ സ്ത്രീകളിൽ താല്പര്യമുള്ള ആളായിരുന്നു. ഈ എല്ലാ ആക്ഷേപത്തിനും ഈ മുഴുവൻ സംഭവവും ഇവർക്ക് ആക്ഷേപം നൽകുന്നവർക്ക് മതിയായ മറുപടിയാണ്. അതത് അബൂ ഹുസൈദ് പറയാറുണ്ടായിരുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്ന് എപ്പോൾ എന്തു തന്നെ ചോദിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അതിനെ നിഷേധിക്കുമായിരുന്നില്ല, അത് നൽകുമായിരുന്നു. മറ്റൊരു സഹാബിയാണ് ഹദ്റത്ത് അബ്ദുല്ല ബിൻ അബ്ദുൽ അസദ്. ഇദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ല എന്നായിരുന്നു. അബൂ സൽമ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ മാതാവ് ബററ ബിന്ത് അബ്ദുൽ മുത്തലിബ് ആയിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പിതൃവ്യ സഹോദരിയുടെ മകനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെയും ഹംസ റളിയല്ലാഹു അൻഹുവിന്റെയും മുലകുടി സഹോദരൻ കൂടിയായിരുന്നു. അദ്ദേഹം അബൂ ലഹബിന്റെ അടിമ സ്ത്രീ സുആദയുടെ പാല് കുടിച്ചു. അത് ഉമ്മെ സൽമ ആദ്യം വിവാഹം ചെയ്തത് ഇദ്ദേഹത്തെയായിരുന്നു. ഇതിനെ സംബന്ധിച്ച് ഹദ്റത്ത് മിർസ ബഷീർ സാഹിബ് സിറത്തുൻ ഖാതമുൻ നബീൻ എഴുതിയിട്ടുണ്ട്. അബ്ദുല്ല ബിൻ അബ്ദുൽ അസദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മുലകൂടി സഹോദരനായിരുന്നു. ബനു മഖ്സൂമുമായാണ് അദ്ദേഹത്തിന്റെ ബന്ധം. അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വിധവയായ ഭാര്യ ഉമ്മെ സൽമയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം നടന്നു. ഹദ്റത്ത് അബ്ദുല്ല ബിൻ അബ്ദുൽ അസദ്
ഇസ്ലാം സ്വീകരിച്ച മുൻകടന്നവരിൽ ഉൾപ്പെട്ട വ്യക്തിയായിരുന്നു. ഇബ്നെ ഇസ്ഹാഖിന്റെ വിവരണാടിസ്ഥാനത്തിൽ 10 ആളുകൾക്ക് ശേഷം ഇസ്ലാം സ്വീകരിച്ചു, അതായത് ആദ്യകാല മുസ്ലിങ്ങൾ ഉൾപ്പെട്ടിരുന്നു. ഒരു നിവേദനത്തിൽ വരുന്നു, അബു ഉബൈദ ബിൻ ഹാരിസ്, അബു സൽമ ബിൻ അബ്ദുൽ അസദ്, അത് അർക്കം ബിൻ അർക്കം, അത് ഉസ്മാൻ ബിൻ മദ്ലൂം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സമക്ഷം ഹാജരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചു. അതിൽ അവർ ഇസ്ലാം സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർമാർഗത്തിലാണ് എന്ന് സാക്ഷ്യം നൽകുകയും ചെയ്തു. ഹസ്രത്ത് അബ്ദുല്ല ബിൻ അബ്ദുൽ അസദിന്റെ ഭാര്യ ഹസ്രത്ത് ഉമ്മെ സൽമയോടൊപ്പം ആദ്യ ഹിജ്റത്ത് ഹബ്ഷയിലേക്കായിരുന്നു. ഹബ്ഷയിൽ നിന്ന് തിരിച്ച് മക്കയിലേക്ക് വന്നതിന് ശേഷം മദീനയിലേക്ക് അദ്ദേഹം ഹിജ്റത്ത് ചെയ്തു. ഇദ്ദേഹത്തിന്റെ ഹബ്ഷയിലേക്കുള്ള ഹിജ്റത്തിനെ സംബന്ധിച്ച് സീറത്ത് ഖാതമുൻ നബീൻ പറയുന്നു, മുസ്ലിങ്ങളുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട പീഡനങ്ങൾ അതിന്റെ പാരമ്യതയിലെത്തിയപ്പോൾ ഖുറൈശികൾ അവരുടെ നീചപ്രവർത്തികളിൽ ആക്കം കൂട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഹബ്ഷയിലേക്ക് ഹിജ്റത്ത് ചെയ്യുക. പറയുന്നു, ഹബ്ഷയിലെ രാജാവ് നീതിമാനും ന്യായത്തെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമാണ്. അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ ആരുടെ മേലും അക്രമം ഉണ്ടാകില്ല. ഹബ്ഷ എന്ന രാജ്യം ഇംഗ്ലീഷിൽ അതിന് എത്യോപ്യ, അബീസിനി എന്നാണ് അറിയപ്പെടുന്നത്. പറയുന്നു, ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ അടിസ്ഥാനത്തിൽ തെക്കൻ അറേബ്യയുടെ പ്രതികൂലമായിട്ടാണ് ഇത് നിൽക്കുന്നത്. മധ്യത്തിൽ ബഹീറ അഹ്മർ അല്ലാതെ മറ്റൊരു രാജ്യവും തന്നെ തടസ്സമായി ഉണ്ടായിരുന്നില്ല. അക്കാലഘട്ടത്തിൽ ശക്തനായ ഒരു ക്രിസ്തീയ ഭരണം അവിടെ നിലനിന്നിരുന്നു. അവിടെയുള്ള രാജാവ് നജാഷി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോഴും അവിടുത്തെ ഭരണാധികാരിയെ ഇതേ പേരിലാണ് വിളിക്കപ്പെടുന്നത്. എഴുതുന്നു, ഹബ്ഷയോടൊപ്പം അറബികൾക്ക് കച്ചവട ബന്ധമുണ്ടായിരുന്നു. ബഷീർ സാഹിബ് എഴുതുന്നു, നാം വിവരിക്കുന്ന ആ സമയത്ത് ഹബ്ഷയുടെ തലസ്ഥാനം അക്സൂം ആയിരുന്നു. ഇപ്പോൾ അദ്വ പട്ടണത്തിനടുത്തായിരുന്നു അത് സ്ഥിതി ചെയ്തിരുന്നത്. ഇപ്പോഴും പരിശുദ്ധ സ്ഥാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അക്സൂം ആ ദിവസങ്ങളിൽ വലിയ ശക്തമായ ഭരണകൂടത്തിന്റെ കേന്ദ്രമായിരുന്നു. അക്കാലഘട്ടത്തിലെ നജാഷിയുടെ യഥാർത്ഥ പേര് അസ്അമ എന്നായിരുന്നു. ഒരു നീതിബോധമുള്ള വ്യക്തിയും ന്യായത്തെ പിന്തുണക്കുന്ന ശക്തനായ ഭരണാധികാരിയുമായിരുന്നു അദ്ദേഹം. അങ്ങനെ മുസ്ലിങ്ങളുടെ മേലുള്ള ഉപദ്രവം പാരമ്യതയിൽ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോടായി പറഞ്ഞു, ആർക്കെല്ലാമാണ് കഴിയുന്നത് അവർ എല്ലാവരും ഹബ്ഷയിലേക്ക് ഹിജ്റത്ത് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നിർദ്ദേശാടിസ്ഥാനത്തിൽ നബവി 5 റജബ് മാസത്തിൽ 11 പുരുഷന്മാരും 4 സ്ത്രീകളും ഹബ്ഷയിലേക്ക് ഹിജ്റത്ത് ചെയ്തു. അതിൽ പ്രസിദ്ധരായവരുടെ പേര് പ്രകാരമാണ്: ഉസ്മാൻ ബിൻ ഗഫാൻ, അദ്ദേഹത്തിന്റെ ഭാര്യ റുഖയ്യ ബിൻത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സുബൈർ ബിൻ അൽവാം, അബു ഖുദൈഫ ബിൻ ഉത്ബ, ഉസ്മാൻ ബിൻ മസ്നൂം, മൂസ ബിൻ ഉമൈർ, അബു സൽമ ബിൻ അബ്ദുസ് സയ്യിദ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മെ സൽമ. അത്ഭുതകരമെന്ന് പറയട്ടെ, ആദ്യകാലത്തെ മുഹാജിരീങ്ങളിലെ അധിക പേരും ഖുറൈശികളിലെ ശക്തരായ ഗോത്രവുമായി ബന്ധം വെച്ച് പുലർത്തിയവരായിരുന്നു. ബലഹീനരായവർ വളരെ കുറവാണ് കാണപ്പെടുന്നത്. ഈ കാര്യത്തിൽ നിന്ന് 2 കാര്യമാണ് മനസ്സിലാകുന്നത്. ഒന്നാമതായി, ശക്തരായ ഗോത്രവുമായി ബന്ധമുള്ളവരും ഖുറൈശികളുടെ പീഡനത്തിൽ നിന്ന് മുക്തരായിരുന്നില്ല. രണ്ടാമതായി, ബലഹീനരായവർ, അടിമ പോലുള്ളവർ, അവരുടെ പ്രയാസം എപ്രകാരമെന്നാൽ അവർക്ക് ഹിജ്റത്ത് ചെയ്യുവാൻ പോലും കഴിവുണ്ടായിരുന്നില്ല. ഈ മുഹാജിരീങ്ങൾ തെക്ക് ഭാഗത്തേക്ക് യാത്ര ചെയ്ത് ഷുഐബയിലെത്തിയപ്പോൾ, ആ കാലഘട്ടത്തിൽ അത് അറേബ്യയുടെ ഒരു വ്യാപാര മേഖലയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവർക്ക് ഒരു കച്ചവടച്ചരക്കുമായി പോകുന്ന കപ്പൽ ലഭിച്ചു. അത് ഹബ്ഷയിലേക്ക് പോകാൻ പൂർണ്ണ തയ്യാറെടുപ്പിലായിരുന്നു. അതിലെല്ലാവരും യാത്ര തുടങ്ങി. അങ്ങനെ കപ്പൽ പുറപ്പെട്ടു. മക്കയിലെ ഖുറൈശികൾക്ക് ഇത് സംബന്ധമായി അറിവ് ലഭിച്ചു. കോപം കൊണ്ടവർ ജ്വലിച്ചു. ഈ ഇരകൾ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പുറകെ പിന്തുടർന്ന് അവരെ തടയാൻ ശ്രമം നടത്തി. എന്നാൽ അവർ പോയി കഴിഞ്ഞിരുന്നു. ഈ മുഹാജിരീങ്ങളെ പിന്തുടർന്നു. അവരുടെ ആളുകൾ ഷുഐബയിൽ എത്തിയപ്പോൾ കപ്പൽ പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. അതുമൂലം അവർ നിരാശരായി തിരിച്ചു വന്നു. അബ്ഷയിൽ ചെന്നതിനു ശേഷം മുസ്ലിങ്ങൾക്ക് സമാധാനപരമായ ജീവിതം ലഭിച്ചു. അങ്ങനെ ഖുറൈശിയുടെ ആക്രമണത്തിൽ നിന്നും മോചനം ലഭിക്കുകയുണ്ടായി. ഇബ്നു ഇസ്ഹാഖ് പറയുന്നു, അബൂ സൽമ ഹബ്ഷയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഹദരത്ത് അബൂ താലിബിനോട് അഭയം ചോദിച്ചു. ബനി മഖ്സൂമിൽപ്പെട്ട ചില ആളുകൾ അബൂ താലിബിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സഹോദരപുത്രനെ
തന്റെ അഭയത്തിൽ വെച്ചിട്ടുള്ളതാണ്. എന്നാൽ നമ്മുടെ സഹോദരൻ അബൂ സൽമയ്ക്ക് എന്തിനാണ് നിങ്ങൾ അഭയം നൽകിയത്? അബൂ താലിബ് പറഞ്ഞു, അദ്ദേഹം എന്നോട് അഭയം ചോദിച്ചു. അവൻ എന്റെ സഹോദരി പുത്രനാണ്. ഞാൻ എന്റെ സഹോദരന്റെ പുത്രന് അഭയം നൽകുമ്പോൾ പിന്നെ സഹോദരി പുത്രന് എന്തുകൊണ്ട് അഭയം നൽകിക്കൂടാ? അബൂ ലഹബ് ബനൂ മഖ്സൂമിലുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങൾ എപ്പോഴും വന്ന് ഞങ്ങളുടെ ബന്ധുവിനെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു. ഒന്നെങ്കിൽ നിങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, അല്ലാത്ത പക്ഷം എല്ലാ കാര്യത്തിലും ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയും അദ്ദേഹത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കുന്നതുമാണ്. അതിൽ അബൂ ലഹബിനെ അഭിമുഖീകരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, അല്ലയോ അബൂ മുത്തുബ, ഏതൊന്നിനെയാണ് നീ ഇഷ്ടപ്പെടാത്തത്, അതിൽ നിന്നും ഞങ്ങളും വിട്ടുനിൽക്കുന്നതാണ്. അബൂ ലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരിൽ ബനൂ മഖ്സൂമിന്റെ സുഹൃത്തും സഹായിയുമായിരുന്നു. അതിനാൽ ഇവർ ഇതിൽ നിന്ന് അബൂ സൽമയെ ദ്രോഹിക്കുന്നതിൽ നിന്നും പ്രയാസപ്പെടുത്തുന്നതിൽ നിന്നും വിട്ടുനിന്നു. അബൂ താലിബിന് അബൂ ലഹബിന്റെ ഈ അനുയോജ്യപരമായ സംസാരം കേട്ടുകൊണ്ട്, അതായത് അനുയോജ്യമായ നിലയിൽ സംസാരിച്ച് അന്യഗോത്രത്തെ തടയുന്നത് കണ്ട് തോന്നി ഇയാളും നമ്മുടെ ഈ ആശയത്തെ അനുകൂലിക്കുന്നതാണ്. അങ്ങനെ ചില പദ്യവരികൾ ചൊല്ലി അതിൽ അബൂ ലഹബിനെ പ്രശംസിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശയത്തിലേക്ക് പ്രേരിപ്പിച്ചു. എന്നാൽ അതിന്റെ യാതൊരു സ്വാധീനവും അയാൾ ഉണ്ടായില്ല. അയാൾ എതിർപ്പിൽ അതിര് കടന്നുകൊണ്ടേയിരുന്നു. ഇബ്നു ഇസ്ഹാഖ് പറയുന്നു, ഉമ്മുൽ മുഅ്മിനീൻ ഹസ്രത്ത് ഉമ്മെ സൽമ നിവേദനം ചെയ്യുന്നു, എന്റെ ഭർത്താവ് അബൂ സൽമ മദീനയിലേക്ക് പോകാനുള്ള തീരുമാനം കൈക്കൊണ്ടപ്പോൾ തന്റെ ഒട്ടകത്തെ അതിനായി തയ്യാറാക്കി. എന്നെയും എന്റെ മടിയിലുള്ള എന്റെ മകൻ സൽമയെയും അതിൽ കയറ്റി യാത്ര തുടങ്ങി. കുറച്ചു ദൂരം താണ്ടിയപ്പോൾ ബനു മഖ്സൂമിലെ ചില ആളുകൾ വളഞ്ഞു പറഞ്ഞു, ഉമ്മെ സൽമ ഞങ്ങളുടെ സ്ത്രീയാണ്, നീ അവളെയും കൊണ്ട് പട്ടണങ്ങളിലൂടെ അലഞ്ഞു തിരിയാൻ അവളെ നിന്നോടൊപ്പം അയക്കുകയില്ല. ഹദ്റത്ത് ഉമ്മെ സൽമ പറഞ്ഞു, അവർ എന്നിൽ നിന്ന് എന്റെ ഭർത്താവിനെ വേർപെടുത്തി. ഹദ്റത്ത് അബൂ സൽമയുടെ ഗോത്രമായ ബനു അബ്ദുൽ അസദിലെ ഗോത്രങ്ങൾ ഇക്കാര്യത്തിൽ വളരെ വലിയ അഭിമാനം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ കുട്ടി അബൂ സൽമയുടേതാണ് എന്ന് പറഞ്ഞു. ഇവനെ നിങ്ങളോടൊപ്പം അയക്കില്ല. അവർ അവനെ എന്റെ മകനെയും കൊണ്ടുപോയി. പെണ്ണിനെ അവരുടെ ഗോത്രം തടഞ്ഞുവെച്ചു, കുട്ടിയെ പിതാവിന്റെ ഗോത്രക്കാർ കൊണ്ടുപോയി. പറയുന്നു, ഞാൻ അങ്ങനെ ഒറ്റയ്ക്കായി. ഞാൻ 1 വർഷത്തോളം ഈ പ്രയാസത്തിൽ അകപ്പെട്ടിരുന്നു. എല്ലാ ദിവസവും അത്തബ എന്ന സ്ഥലത്ത് പോയി വിലപിച്ചിരുന്നു. ഒരു ദിവസത്തിൽ എന്റെ പിതൃവ്യ സഹോദരന്റെ മക്കളിൽ ഒരാൾ എന്നെ അവിടെ വിലപിക്കുന്നതായി കണ്ടു. അദ്ദേഹത്തിന് എന്റെ മേൽ സഹതാപമുണ്ടായി. അദ്ദേഹം എന്റെ ഗോത്രമായ ബനു മുഗൈറയോട് ചെന്ന് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ മിസ്കീനായ സ്ത്രീയെ പ്രയാസപ്പെടുത്തുന്നത്? നിങ്ങൾ അവളെ അവളുടെ ഭർത്താവിൽ നിന്നും മകളിൽ നിന്നും വേർപെടുത്തിയിരിക്കുന്നു. അവളെ വിട്ടയക്കുക. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, നീ നിന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് പോയിക്കൊള്ളുക. അത് ഉമ്മ സൽമ പറയുന്നു, ഇതിനുശേഷം എന്റെ മകനെ ബനി അസ്വദ് തിരിച്ചു നൽകി. പിന്നെ ഞാൻ എന്റെ ഒട്ടകത്തെ തയ്യാറാക്കി എന്റെ മകനെയും കൂട്ടി അതിൽ യാത്രയായി. ഞാൻ മദീനയിലേക്ക് യാത്ര തുടങ്ങിയപ്പോൾ എന്റെ കൂടെ ഒരു സഹായം ഉണ്ടായിരുന്നില്ല. തമീമം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ ഞാൻ ഉസ്മാൻ ബിൻ അബൂ തൽഹയെ കണ്ടു. ആ സമയത്ത് അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല. അദ്ദേഹം ഹിജ്റ 6 ഇസ്ലാം മതം സ്വീകരിച്ചത്. എന്നോട് ചോദിച്ചു, അല്ലയോ ഉമ്മെ സൽമ, എങ്ങോട്ടാണ് നീ യാത്ര ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ഭർത്താവിന്റെ അടുക്കിലേക്കാണ്, മദീനയിലേക്കാണ് പോകുന്നത്. ഹദ്റത്ത് ഉസ്മാൻ തിരക്കി, നിന്റെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു, അള്ളാഹു സത്യം, ആരും തന്നെയില്ല. ഈ എന്റെ മകനും അള്ളാഹു മാത്രമാണ് എന്റെ ഒപ്പം. ഉസ്മാൻ പറഞ്ഞു, അള്ളാഹു ആണ്, ഇത്തരത്തിൽ ഒറ്റയ്ക്ക് ഞാൻ നിന്നെ യാത്ര ചെയ്യാൻ അനുവദിക്കില്ല. ഞാൻ നിന്റെ ഒപ്പം വരുന്നതാണ്. പിന്നെ അദ്ദേഹം എന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചു. അത് ഉമ്മ സൽമ വിവരിക്കുന്നു, അള്ളാഹുവാണ് സത്യം, ഞാൻ അറേബ്യയിലെ ആളുകളിൽ വെച്ച് ഇത്ര അഭിമാനാർഹമായ വ്യക്തിയെ കണ്ടിട്ടില്ല. ഒരേ സ്ഥലത്ത് എത്തുമ്പോൾ ഒട്ടകത്തെ ഇരുത്തി മാറി നിൽക്കും. വിവിധ സ്ഥലങ്ങളിൽ തമ്പടിച്ചാണ് യാത്ര ചെയ്തിരുന്നത്.
ഒരു സ്ഥലത്തെത്തുമ്പോൾ ഒട്ടകത്തെ ഇരുത്തി മാറി നിൽക്കുമായിരുന്നു. പറയുന്നു, ഞാൻ ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിന്റെ മുകളിലെ പല്ലക്ക് മാറ്റി അതിനെ വൃക്ഷത്തിൽ ബന്ധിപ്പിച്ചു. ഒറ്റയ്ക്ക് മറ്റൊരു വൃക്ഷത്തിന്റെ കീഴിൽ പോയി വിശ്രമിച്ചു. പുറപ്പെടേണ്ട സമയം വരുമ്പോൾ അദ്ദേഹം ഒട്ടകത്തെ തയ്യാറാക്കും. പിന്നെ ഞാൻ അതിൽ കയറി യാത്ര തുടങ്ങും. അദ്ദേഹം കടിഞ്ഞാൻ പിടിച്ച് നടക്കും. അങ്ങനെ ഞങ്ങൾ ഇത്തരത്തിൽ മദീനയിൽ എത്തിച്ചേർന്നു. ഹദ്റത്ത് ഉസ്മാൻ ബിൻ അബൂ തൽഹ ഖബായിൽ അമർ ബിൻ ഔഫിന്റെ ഗ്രാമം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, അല്ലയോ ഉമ്മി സൽമ, നിന്റെ ഭർത്താവ് അബൂ സൽമ ഇവിടെയാണ് താമസിക്കുന്നത്. നീ അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടൊപ്പം ഇതിൽ പ്രവേശിച്ചു കൊള്ളുക. പിന്നെ ഉസ്മാൻ തിരിച്ച് മക്കയിലേക്ക് പുറപ്പെട്ടു. ഹിജ്റത്തിന്റെ 2-ാം വർഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുഷൈറ യുദ്ധത്തിനായി പുറപ്പെട്ടപ്പോൾ ഹദ്റത്ത് അബൂ സൽമയെ മദീനയുടെ അമീറായി നിയോഗിച്ചിരുന്നു. ഹുഷൈറ യുദ്ധത്തെക്കുറിച്ച് മിർസ ബഷീർ സാഹിബ് എഴുതുന്നു, ജമാഅത്തെ ഊലയിൽ മക്കയിലെ ഖുറൈശികളുടെ വിവരം ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിരീങ്ങളുടെ ഒരു സംഘത്തോടൊപ്പം മദീനയിൽ നിന്ന് പുറപ്പെട്ടു. തനിക്ക് പിന്നിൽ തന്റെ മുലകുടി സഹോദരനായ അബൂ സൽമ ബിൻ അബ്ദുൽ അസദിനെ അമീറായി നിയോഗിച്ചു. ഈ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുറ്റിക്കറങ്ങി സമുദ്ര തീരത്ത് എൻബനടുത്ത് ഉഷൈറ എന്ന സ്ഥലത്തെത്തി. അപ്പോൾ ഖുറൈശികളുമായി ഏറ്റുമുട്ടലുണ്ടായില്ല. എന്നാൽ അവിടുന്ന് ബനു മത്ലജുമായി ബനു സമ്രയോട് ചെയ്ത അതേ നിബന്ധനകൾ വെച്ച് ഒരു കരാറിലേർപ്പെട്ടു. പിന്നെ തിരിച്ചു വന്നു. ബനു സമ്രയോട് ഈ നിബന്ധനകളാണ് വെച്ചിരുന്നത്. ബനു സമ്ര മുസ്ലിങ്ങളോട് സുഹൃത്ത് ബന്ധം വെച്ച് പുലർത്തുന്നതാണ്. മുസ്ലിങ്ങൾക്കെതിരായിക്കൊണ്ട് ഒരു ശത്രുവിനെയും സഹായിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരെ മുസ്ലിങ്ങളുടെ സഹായത്തിനായി വിളിക്കുമ്പോൾ അവർ ഉടൻ എത്തിച്ചേരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ കരാർ ചെയ്തു. മുസ്ലിം കബീല ബനു സമ്രയുമായി സുഹൃത്ത് ബന്ധം വെച്ച് പുലർത്തുന്നതാണ്. അത്യാവശ്യ സമയത്ത് അവരെ സഹായിക്കുന്നതാണ്. ഈ കരാർ എഴുതി ഇരുഭാഗത്തു നിന്നും അതിൽ ഒപ്പും വെച്ചു. സിറത്ത് ഹാത്തമുൻ നബിയിൽ എഴുതിയിരിക്കുന്നു, ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്കുണ്ടായ നഷ്ടം കാരണം അറബ് ഗോത്രങ്ങൾക്ക് മുസ്ലിങ്ങൾക്കെതിരെ തലയുയർത്താൻ കൂടുതൽ ധൈര്യം നൽകി. അങ്ങനെ ഉഹദ് യുദ്ധത്തിന് ശേഷം അധിക കാലം കഴിഞ്ഞിരുന്നില്ല. സഹാബാക്കൾ തങ്ങളുടെ മുറിവുകളിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള ഭേദം കൈവരിച്ചിരുന്നില്ല. ഹിജ്റ 4 മുഹറം മാസത്തിൽ അപ്രതീക്ഷിതമായി മദീനയിൽ ഈ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ലഭിച്ചു. അസദ് ഗോത്രത്തിന്റെ തലവൻ തുലൈഫ ബിൻ ഖുവൈദും സഹോദരൻ സൽമ ബിൻ ഖുവൈദും അവരുടെ പ്രദേശത്തുള്ള ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കെതിരായി യുദ്ധം ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുന്നു. ഈ വാർത്ത ലഭിച്ച ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ രാജ്യത്തിന്റെ അവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകളുടെ അപകടാവസ്ഥ നല്ലതുപോലെ മനസ്സിലാക്കിയിരുന്നു. ഉടൻ തന്നെ 150 സഹാബാക്കളുടെ ഒരു സേന തയ്യാറാക്കി ഇതിന് അബ്ദുള്ള ബിൻ അബൂ സൽമയെ അമീറാക്കി അയച്ചു. അദ്ദേഹത്തിന് താക്കീത് നൽകി അവർ തങ്ങളുടെ പദ്ധതിക്ക് കർമ്മരൂപം നൽകുന്നതിന് മുമ്പ് തന്നെ ഉടൻ അവിടെ എത്തിച്ചേരുക, അവരെ അതിൽ നിന്ന് പിന്മാറ്റുക. അങ്ങനെ അബൂ സൽമ വളരെ വേഗത്തിൽ രഹസ്യമായി അവിടെ എത്തിച്ചേർന്നു. ഔസ് എന്ന സ്ഥലത്ത് ചുറ്റിവളഞ്ഞു. അബൂ അസദിനെ തടയുകയുണ്ടായി. അവിടെ യുദ്ധമൊന്നും നടന്നില്ല. ബനു അസദിന്റെ ആളുകൾ മുസ്ലിങ്ങളെ കണ്ടുകൊണ്ട് ചേരിപിരിഞ്ഞു. മുസ്ലിങ്ങൾ കുറച്ചു ദിവസം അവിടെ താമസിച്ചു. പിന്നെ മദീനയിലേക്ക് തിരിച്ചു വന്നു. ഈ യാത്രയിലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള മുന്നേറ്റം, ഉഹദിന്റെ സമയത്ത് അദ്ദേഹത്തിനുണ്ടായ മുറിവ്, ആദ്യം പ്രത്യക്ഷത്തിൽ അത് മാറിയിരുന്നു. എന്നാൽ അത് വീണ്ടും അപകടകരമായി മാറി. ചികിത്സ ചെയ്തു, അത് മോശമായി കൊണ്ടേയിരുന്നു. അവസാനം അതേ കാരണം കൊണ്ട് ഈ ആത്മാർത്ഥനായ ആദ്യകാല സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മുലകുടി സഹോദരനും കൂടിയായിരുന്നു അദ്ദേഹം വഫാത്താകുകയുണ്ടായി. അദ്ദേഹത്തെ അൽ ജസീറ കിണറ്റിൽ നിന്നുള്ള വെള്ളത്താൽ കുളിപ്പിച്ചു. അത് ആലിയ മക്കാം എന്ന സ്ഥലത്ത് ബനി ഉമയ്യ ബിൻ സെയ്ദിന്റെ ഉടമസ്ഥതയിലായിരുന്നു. അതിന് ജാഹിലിയ കാലത്ത് അൽ ഹബീർ എന്നായിരുന്നു അതിന്റെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അത് മാറ്റി അൽ ജസീറ എന്ന് വെച്ചിരുന്നു. ഹദ്റത്ത് അബൂ സൽമയെ മദീനയിൽ തന്നെ മറവ് ചെയ്തു. ഹദ്റത്ത് അബൂ സൽമയുടെ വഫാത്ത് സംഭവിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അദ്ദേഹത്തിന്റെ തുറന്ന കണ്ണുകൾ അടച്ചു.
അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം ഇങ്ങനെ ദുആ ചെയ്തു, അല്ലാഹുവേ, അബൂ സലമയോട് നീ മഗ്ഫിറത്ത് ഓടുകൂടി പെരുമാറണമേ. അദ്ദേഹത്തിന്റെ സ്ഥാനം നേർമാർഗം പ്രാപിച്ചവരുടെ കൂടെ നീ ഉയർത്തണമേ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീ തന്നെ പകരക്കാരായി മാറിയാലും സർവ്വലോകത്തിന്റെ നാഥ, നീ അദ്ദേഹത്തിന് ഞങ്ങൾക്ക് മാപ്പ് നൽകിയാലും. മറ്റു നിവേദനം പ്രകാരമാണ് ഹദ്റത്ത് അബൂ സൽമയുടെ വഫാത്ത് സമയം അടുത്തെത്തിയപ്പോൾ അദ്ദേഹം ഇപ്രകാരം ദുആ ചെയ്തു, അല്ലാഹുവേ, എന്റെ കുടുംബത്തിന് എനിക്ക് ശേഷം ഉത്തമ വ്യക്തിയെ നീ പ്രതിനിധിയായി നിയോഗിക്കണമേ. അങ്ങനെ ഈ ദുആ സ്വീകരിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഉമ്മു സലമയെ വിവാഹം ചെയ്തു. അത് ഉമ്മു സലമയുടെ മകൻ നിവേദനം ചെയ്യുന്നു, ഹദ്റത്ത് അബൂ സൽമ ഹദ്റത്ത് ഉമ്മു സലമയുടെ അടുത്ത് വന്നു പറഞ്ഞു, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു ഹദീസ് കേട്ടിട്ടുണ്ട്, എനിക്കത് ഇന്ന വസ്തുക്കളെക്കാൾ പ്രിയങ്കരമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ആരെങ്കിലും വല്ല ബുദ്ധിമുട്ട് വന്നെത്തുമ്പോൾ അയാൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നു. അതായത്, അല്ലാഹുവേ, ഈ പ്രയാസത്തിൽ നിന്ന് നിന്റെ പ്രതിഫലത്തെ ഞാൻ ചോദിക്കുന്നു. അല്ലാഹുവേ, ഇതിന് പകരം നീ എനിക്ക് ഉത്തമമായത് നൽകണമേ. എങ്കിൽ അല്ലാഹു അയാൾക്ക് അതിന് ഉത്തരം നൽകുന്നതാണ്. ഉമ്മേ സൽമ വിവരിക്കുന്നു, അബൂ സൽമ ഷഹീദായപ്പോൾ ഞാൻ ഈ ദുആ ചെയ്തു. എന്റെ ഹൃദയം ആ ദുആ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അല്ലാഹുവേ, എനിക്ക് അബൂ സൽമയ്ക്ക് പകരം നീ നല്ലത് നൽകണമേ. പിന്നെ ഞാൻ പറഞ്ഞു, അബൂ സൽമയേക്കാൾ ഉത്തമനായി ആരാണ് ഉണ്ടാവുക? അദ്ദേഹം അതുപോലെയായിരുന്നു, ഇതുപോലെയായിരുന്നു, അതായത് ഉദാത്തമായ പ്രത്യേകതകൾ, ധാർമ്മിക ഗുണത്തിനും ഉടമയായിരുന്നു. എന്നിരുന്നാലും ഞാൻ ദുആ ചെയ്തുകൊണ്ടിരുന്നു. ഉമ്മ സലമയുടെ ഇദ്ദത്ത് പൂർത്തിയായപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഭാഗത്ത് നിന്ന് നിക്കാഹിന്റെ സന്ദേശമെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്തു. വിവാഹത്തെ വിവരിച്ചുകൊണ്ട് സാഹിബ് മിർസ ബഷീർ സാഹിബ് സിറത്ത് ഖാത്തമുൻ നബിയിൽ എഴുതുന്നു, അതേ വർഷം ഹിജ്റ 4 ഷവ്വാൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ സൽമയെ വിവാഹം ചെയ്തു. ഉമ്മ സൽമ ഖുറൈശികളിലെ ആദരണീയായ ഗോത്രത്തിലെ അംഗമായിരുന്നു. അതിനു മുമ്പ് അബൂ സൽമയുടെ വിവാഹത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം വളരെ ആത്മാർത്ഥനായ ആദ്യകാല സഹാബിയായിരുന്നു. ഇതേ വർഷമാണ് വഫാത്തായത്. ഉമ്മ സൽമയുടെ ഇദ്ദത്ത് ഇസ്ലാമിക ശരീഅത്തിന്റെ അടിസ്ഥാനത്തിൽ വിധവയും തലാഖ് ലഭിച്ച സ്ത്രീയും അനുഷ്ഠിക്കേണ്ട കാലാവധിയാണ്. അതിനു മുമ്പായി മറ്റൊരു വിവാഹം അനുവദനീയമല്ല. ആ സമയം കഴിഞ്ഞിരുന്നു. ഉമ്മ സൽമ അങ്ങേയറ്റം വിവേകമതിയും കഴിവുള്ള ഒരു വനിതയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹദ്റത്ത് അബൂബക്കറിന് ഇവരുമായി വിവാഹം ചെയ്യാൻ ആഗ്രഹം തോന്നിയിരുന്നു. എന്നാൽ ഉമ്മ സൽമ അത് നിരാകരിച്ചു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അവരെക്കുറിച്ച് ചിന്തയുണ്ടായി. അതിനുള്ള കാരണം ഇതുകൂടിയാണ്. ഉമ്മ സൽമയുടെ വ്യക്തിപരമായ കഴിവുകൾക്ക് പുറമെ അവർ ഒരു ശരീഅത്ത് നബിയുടെ പത്നിയാകുന്നതിന് യോഗ്യവതിയായിരുന്നു. അതുപോലെ ഉന്നതനായ ഒരു സഹാബിയുടെ വിധവ കൂടിയായിരുന്നു. അതുപോലെ സന്താനങ്ങളും ഉണ്ടായിരുന്നു. അതിനാൽ അവർക്ക് വേണ്ടി പ്രത്യേക സംവിധാനം ഉണ്ടാകേണ്ടത് നിർബന്ധമായിരുന്നു. അബൂ സൽമ ബിൻ അബ്ദുൽ അസദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മുലകൂടി സഹോദരനും കൂടിയായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് പ്രത്യേകമായ ഉത്തരവാദിത്തം നബിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ സൽമയ്ക്ക് തന്റെ പക്കൽ നിന്നുള്ള വിവാഹ സന്ദേശം അയച്ചു. ആദ്യം ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത് മാറ്റി. എന്റെ പ്രായം ഇപ്പോൾ വളരെ അധികമായിരിക്കുന്നു, സന്താനത്തിന് യോഗ്യവുമല്ല എന്ന കാരണം കാണിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. അതിനാൽ അവസാനം അവർ അത് അംഗീകരിച്ചു. അവരുടെ മകൻ മാതാവിന്റെ വലിയായി നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടൊപ്പം ഇവരുടെ നിക്കാഹ് ചെയ്ത് നൽകി. അതുപോലെ മുമ്പ് വിവരിച്ചിരുന്നു, ഉമ്മ സൽമ പ്രത്യേക കഴിവുകൾക്ക് ഉടമയായിരുന്നു. അങ്ങേയറ്റം വിവേകമതിയും പരിശുദ്ധയും ആയതിനു പുറമെ ആത്മാർത്ഥതയിലും വിശ്വാസത്തിലും ഉന്നത സ്ഥാനത്താണ് ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കൽപ്പന പ്രകാരം ഹബ്ഷയിലേക്ക് ഹിജ്റത്ത് ചെയ്തവരിൽ ഉൾപ്പെട്ടിരുന്നു. മദീനയിലേക്കുള്ള ഹിജ്റത്തിൽ എല്ലാ സ്ത്രീകളെക്കാളും പ്രഥമ സ്ഥാനം അവർ അലങ്കരിച്ചു. അത് ഉമ്മ സൽമ വായിക്കാൻ അറിയുന്ന സ്ത്രീയായിരുന്നു. മുസ്ലിം സ്ത്രീകളുടെ തഅലീം തർബിയത്ത് കാര്യങ്ങളിൽ അവർ പ്രത്യേകമായ ഭാഗം ഏറ്റെടുത്തിരുന്നു. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് ഹദീസുകൾ ഇവരിൽ നിന്ന് നിവേദനം ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഭാര്യമാരിൽ 2ാമത്തെ സ്ഥാനവും മുഴുവൻ സഹാബാക്കൾ വെച്ച് 12ാം സ്ഥാനവുമാണ് ഇവർക്കുള്ളത്. ഇതായിരുന്നു സഹാബാക്കളെ കുറിച്ചുള്ള വിവരണം. അള്ളാഹു ഈ സഹാബാക്കളുടെ ഉന്നത സ്ഥാനത്തെ വീണ്ടും ഉന്നതങ്ങളിലേക്ക് ഉയർത്തുമാറാകട്ടെ. അവർ ചെയ്ത
നന്മകൾ പ്രാവർത്തികമാക്കുവാനുള്ള തൗഫീക്ക് നമുക്കും നൽകുമാറാകട്ടെ. ഇനി ഞാൻ ചില വഫാത്തായവരെ കുറിച്ച് വിവരിക്കുന്നതാണ്. ഇവരുടെ ജനാസ നമസ്കാരം നിർവഹിക്കുന്നതുമാണ്. ആദ്യം രാജാ നസീർ അഹമ്മദ് സാഹിബ് നാസിർ. അദ്ദേഹം വഖഫ് സിന്ദഗിയായിരുന്നു, മുറബിയ സിൽസില ആയിരുന്നു. നാസിർ ഇസ്ലാം ഇർഷാദ് മർക്കസിയായും സേവനമനുഷ്ഠിച്ചു. 2018 ജൂലൈ 6 രാവിലെ 11-ന് 80-ാമത്തെ വയസ്സിൽ താഹിർ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ഇദ്ദേഹത്തിന് വഫാത്ത് സംഭവിച്ചു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരുപാട് വർഷമായി അദ്ദേഹം രോഗിയായിരുന്നു. 2012 മുതൽ ആരോഗ്യം മോശമായിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ 3 മാസമായി ബ്രെയിൻ ഹെമറേജ് കാരണത്താൽ കിടപ്പിലായിരുന്നു. 1938 മെയ് 7-ന് ഡറാസില്ല ദർഗോദയിൽ ജനിച്ചു. അവിടെ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം കരസ്ഥമാക്കി മെട്രിക് പാസ്സായി. അതിനുശേഷം ലാഹോറിൽ പോയി മഗ്മായിൽ റേഷനിൽ ക്ലർക്കായി ജോലി ചെയ്യാൻ തുടങ്ങി. 1958 അദ്ദേഹം ജീവിതം വഖഫ് ചെയ്തു. ജാമിയയിൽ പ്രവേശിച്ചു. 1965 ഷാഹിദിന്റെ ഡിഗ്രി കരസ്ഥമാക്കി. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് പിതാവ് രാജാ ഗുലാം ഹൈദർ സായി മുഖേനയാണ് ലഭിച്ചത്. അദ്ദേഹം ഖലീഫത്തുൽ മസീഹ് സാനിയുടെ കയ്യിൽ ബയ്യത്ത് ചെയ്തു. പിന്നീട് തന്റെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാരെയും ബയ്യത്ത് ചെയ്യിപ്പിച്ചു. രാജ നസീർ സാഹിബിന്റെ പിതാവിന്റെ അഭിലാഷമായിരുന്നു തന്റെ ഒരു മകൻ വഖഫ് സിന്ദഗിയായിരിക്കണമെന്ന്. അങ്ങനെ ആ ആഗ്രഹത്തെ പൂർത്തീകരിക്കാനായി രാജാ സാഹിബ് 1958 വഖഫ് സിന്ദഗിയുടെ ഫോറം പൂരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ രാജാ നദീർ അഹമ്മദ് സാഹിബ് മർഹൂമിന്റെ അടുക്കൽ ഒപ്പിടാനായി കൊണ്ടുചെന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് വളരെ പ്രയാസം നിറഞ്ഞ ജോലിയാണ്, ഒന്നുകൂടി ആലോചിച്ചു നോക്കുക. വലിയ കഠിനാധ്വാനം ആവശ്യപ്പെടുന്ന ജോലിയാണ്, വലിയ ഉത്തരവാദിത്തമുള്ള ജോലിയാണ്, അതായത് വഖഫ് സിന്ദഗി. എന്നാൽ അദ്ദേഹം തന്റെ സഹോദരനോട് പറഞ്ഞു, ഞാൻ ഒരുപാട് ചിന്തിച്ചു, താങ്കൾ ഇതിൽ ഒപ്പിട്ട് തരിക. അദ്ദേഹത്തിന്റെ പിതാവ് വഫാത്തായിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം വഖഫ് ചെയ്തു, ജാമിയയിൽ പ്രവേശിച്ചു, അവിടുന്ന് പാസ്സായി ഫീൽഡിൽ വന്നു. ജാമ്യയിൽ നിന്ന് പാസ്സായതിനു ശേഷം 45 വർഷം ജമാഅത്തിനെ സേവിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചു. പാകിസ്ഥാനിലെ വിവിധ സ്ഥലങ്ങളിൽ മുറബിയായിക്കൊണ്ട് സേവനമനുഷ്ഠിച്ചു. അന്ന് ബംഗ്ലാദേശും പാകിസ്ഥാനും ഒന്നായിരുന്നു. പടിഞ്ഞാറ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അദ്ദേഹത്തിന് സേവനം ചെയ്യാനുള്ള ഭാഗ്യം സിദ്ധിച്ചു. ഉഗാണ്ടയിലും മുബല്ലിഗായി പ്രവർത്തിച്ചു. സായിറ, ഇന്തോനേഷ്യ എന്നീ സ്ഥലങ്ങളിലും താമസിച്ചു. ജാമിയ അഹമ്മദിയയിൽ ഉസ്താദായി 2 വർഷം സേവനമനുഷ്ഠിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചു. പിന്നെ സദർ അഞ്ജുമൻ അഹമ്മദിയയിൽ നായിബ് നാസിറായി ജോലി ചെയ്തു. 10 വർഷം നാസിർ ഇസ്ലാം ഇർഷാദ് മർക്കസിയായി സേവനം ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. 2 വർഷം അഡീഷണൽ നാസിർ റിഷ്താനാത്ത, പിന്നെ 2 വർഷം അഡീഷണൽ നാസിർ ഇഷാഅത്ത് എന്ന നിലയിലും സേവനം ചെയ്യാൻ അവസരം ലഭിച്ചു. 2012 അദ്ദേഹം റിട്ടയർഡായി. ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ വഫാത്തായിരുന്നു. അദ്ദേഹത്തിന് 3 മക്കളാണ് ഉണ്ടായിരുന്നത്. രാജ അഹമ്മദ് സാഹിബ് ഇവിടെ ലണ്ടനിലാണ് താമസിക്കുന്നത്. രാജ അത്താവുൽ മന്നാൻ സാഹിബ് മുറബിയാണ് വക്കാലത്ത് തഫ്സീർ റബുവയിലാണ്. രാജ മുഹമ്മദ് അക്ബർ ഇവിടെ ഇംഗ്ലണ്ടിലാണ് താമസിക്കുന്നത്. വലിയ തവക്കൽ ചെയ്യുന്ന, ദുആ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ എഴുതുന്നു, ഒരിക്കൽ ബംഗ്ലാദേശിലായിരുന്ന കാലത്ത് അവിടെ ഒരു തീപിടുത്തമുണ്ടായി. അഹമ്മദി വീടുകളുടെ അടുത്ത് വരെ അതെത്തി. അതിൽ അദ്ദേഹം ദുആ ചെയ്ത്, അല്ലാഹുവേ, നിന്റെ മസീഹ് പറഞ്ഞത് അഗ്നി നമ്മുടെ അടിമയല്ല, മറിച്ച് അടിമയുടെ അടിമയാണ്, അതുകൊണ്ട് ഞങ്ങളെ ഈ അഗ്നിയിൽ നിന്ന് രക്ഷിച്ചാലും. പറയുന്നു, തീ ആ വീടിനെ ലക്ഷ്യമാക്കി വന്നു. അതിന്റെ ഒരു മൂലയ്ക്ക് പിടിച്ച് തിരിച്ച് അവിടെ തന്നെ അവസാനിച്ചു. മുന്നോട്ട് അത് പടർന്നു പിടിച്ചില്ല. അഹമ്മദിയുള്ള വീടുകളെല്ലാം നാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഉഗാണ്ടിലായിരുന്നപ്പോൾ തബ്ലീഗിന്റെ സമയത്ത് അവിടെ പട്ടിണി കാരണം മോശമായിരുന്നു. എന്നിട്ടും അദ്ദേഹം തബ്ലീഗിനായി പോയിരുന്നു. അവിടുത്തെ ഒരു സംഭവമാണ്, തബ്ലീഗിനായി രാവിലെ പോകും, വൈകുന്നേരം തിരിച്ചു വരും. താമസിക്കാൻ സ്ഥലമുണ്ടായിരുന്നില്ല. അടുത്തടുത്ത സ്ഥലങ്ങളിലാണ് പോകാൻ സാധിച്ചിരുന്നത്. ഒരിക്കൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു വ്യക്തി അദ്ദേഹത്തെ തബ്ലീഗ് ജമാഅത്തിന്റെ മൗലവിയായി
കരുതി അദ്ദേഹം പറഞ്ഞു, എന്റെ പക്കലൊരു വണ്ടിയുണ്ട്, താങ്കൾ അത് വാങ്ങിയാലും. $1400 നൽകി വണ്ടി എടുത്തോ. അവസാനം കച്ചവടം $1150 ഉറപ്പിച്ചു. ജമാഅത്തിന്റെ സാമ്പത്തിക അവസ്ഥ ഒരു വണ്ടി വാങ്ങാനുള്ള അത്ര കാര്യക്ഷമമല്ലായിരുന്നു. രാജാ സാഹിബിന്റെ അവസ്ഥയും ഒരു വണ്ടി വാങ്ങിക്കാനുള്ള അത്ര മെച്ചപ്പെട്ടതായിരുന്നില്ല. എന്നാലും അദ്ദേഹം പറഞ്ഞു, ശരി, അള്ളാഹുവിനോട് ദുആ ചെയ്ത്, അള്ളാഹുവെ അതിനുള്ള സംവിധാനം ഉണ്ടാക്കി തന്ന് എനിക്ക് വണ്ടി വാങ്ങാൻ സാധിക്കണം. കച്ചവടം നടന്നു. ദുആ ചെയ്തത് തബ്ലീഗിനായി തന്റെ കിടക്കയും മറ്റും വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നതിനായിട്ടാണ്. തബ്ലീഗിന് അത് സഹായകമാകുമെന്ന് കരുതിയാണ്. പറയുന്നു, വലിയ വലിയ പരിഭ്രമമായിരുന്നു. കച്ചവടം ഉറപ്പിച്ചു. പണം നൽകാൻ കുറച്ച് ദിവസത്തെ അവധിയുണ്ടായി. ഒരു ദിവസം പറയുന്നു, പോസ്റ്റ് ബോക്സ് തുറന്നപ്പോൾ അതിലൊരു കത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധത്തിലുള്ള ഒരു സഹോദരന്റെ ആയിരുന്നു. അദ്ദേഹം അതിൽ എഴുതിയത് ഇതായിരുന്നു: ഞാൻ രാത്രിയിൽ സ്വപ്നം കണ്ടു, താങ്കൾക്ക് $1150 ആവശ്യമുണ്ട്. എനിക്കറിയില്ല താങ്കൾക്ക് അത് എന്തിനു വേണ്ടിയാണ് എന്നറിയില്ല. എന്തായാലും ഞാൻ ആ പണം അയക്കുകയാണ്. അതോടൊപ്പം $1150 ചെക്കും ഉണ്ടായിരുന്നു. ഇത്തരത്തിലും ദുആ സ്വീകാര്യതയുടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഖുർആൻ പഠനത്തിൽ വലിയ താല്പര്യമായിരുന്നു. പിതാവിന് ആകാശത്തും സമുദ്രത്തിലും കരയിലും വിശുദ്ധ ഖുർആൻ ഖത്തം ചെയ്യുന്നതിന് വലിയ താല്പര്യമായിരുന്നു. അതിൽ ഒരുപാട് തവണ ഖത്തവും ചെയ്തിട്ടുണ്ട്. സമുദ്രയാത്രയിൽ അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആൻ മുഴുവൻ ഓതി തീർക്കുവാനുള്ള തൗഫീഖ് ലഭിച്ചു. വിമാനത്തിൽ വലിയ നീണ്ട യാത്ര ഉണ്ടാവാറില്ല. എങ്കിലും അതിൽ എത്ര പാരായണം ചെയ്യാൻ സാധിക്കുമോ യാത്രയിൽ പാരായണം ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന്റെ വഖഫ് സിന്ദഗിയായ മകൻ മുറബിയാണ്. വക്കാലത്തെ തസ്നീഫിൽ റബുവയിൽ ജോലി ചെയ്യുകയാണ്. രാജ അത്താവുൽ മന്നാൻ പറയുന്നു, അബ്ബാജാൻ എപ്പോഴും 2 ഉപദേശമാണ് നൽകാറുള്ളത്. 1, ഒരിക്കലും ശിർക്ക് ചെയ്യാൻ പാടില്ല. 2, എല്ലാ അവസ്ഥയിലും ഖിലാഫത്തെ അഹമ്മദിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുക. അദ്ദേഹം സ്വയം തന്നെ ഈ കാര്യങ്ങളെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയിരുന്നു. മാതാവിനോടുള്ള ബഹുമാനത്തിന്റെ അവസ്ഥ ഇപ്രകാരമായിരുന്നു. ഇദ്ദേഹത്തിന്റെ സഹോദരി എഴുതുന്നു, മാതാവിനെ അനുസരിക്കുന്ന കാര്യം എപ്രകാരം എന്നാൽ, മാതാവ് ഒരു കാര്യം പലതവണ ആവർത്തിക്കുമ്പോഴും ഓരോ തവണയും അത് കേൾക്കുന്നത് ആദ്യ തവണ കേൾക്കുന്നത് പോലെയാണ്. ഒരിക്കലും ഇത് മുമ്പ് പറഞ്ഞതാണെന്ന് പറയാറില്ല. ഇദ്ദേഹത്തിന്റെ മരുമകൾ മുറബി സിൽസിലയുടെ ഭാര്യയാണ്. അവർ എഴുതുന്നു, 18 വർഷമായി ഈ വീട്ടിൽ, പ്രത്യേകിച്ച് അബ്ബാജിയിൽ നിന്നും അമ്മയിൽ നിന്നും, അതായത് ഭർത്തൃപിതാവ് മാതാവിനും ബഹുമാന ആദരവും സ്നേഹവുമല്ലാതെ മറ്റൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. എന്റെ മാതാവ് മർഹൂമിനോട് രാജാ സാഹിബിനോട് പറയാറുണ്ട്, നിങ്ങളുടെ മകൾ നിങ്ങളെ മറന്നു പോകുന്നതാണ്. കുട്ടികൾ തന്റെ വീട് എങ്ങനെ മറക്കാനാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, അങ്ങനെയല്ല, ഭർത്താവിന്റെ വീട്ടിൽ അവളെ മകളെപ്പോലെ അവളോട് പെരുമാറുകയാണെങ്കിൽ തന്റെ വീട് അവൾ മറന്നു പോകുന്നതാണ്. വളരെ സ്നേഹത്തോടും മമതയോടും കൂടിയാണ് അദ്ദേഹം തന്റെ മരുമക്കളോട് പെരുമാറിയിരുന്നത്. ഇതാണ് എഴുതിയിരുന്നത്, അബ്ബാജിയെ ഞാൻ അള്ളാഹുവിന്റെ ആഷിഖ്, റസൂലിന്റെ ആഷിഖ്, മസീഹിന്റെ ആഷിഖ്, ഖുലഫാക്കളുടെ ആഷിഖ്, ഖുർആന്റെ ആഷിഖ് എന്ന നിലയിലും ഖിലാഫത്തിന് ഉന്നതമായ ബഹുമാനവും ബന്ധവും വെച്ചു പുലർത്തുന്ന വ്യക്തിയും തീരുമാനമെടുക്കുന്ന വിവേകത്തോടെ പെരുമാറുന്ന വ്യക്തിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഇതും കൂടി എഴുതുന്നു, എല്ലാ മാസവും ഖുർആൻ ഓതി തീർത്തിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധുക്കളും എഴുതുന്നു, അദ്ദേഹത്തെ കണ്ടിരുന്നു. അള്ളാഹു എപ്രകാരമാണ് അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നത്. ദുആ സ്വീകാര്യത വളരെ അത്ഭുത ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു. ഒരു വിജയശ്രീ ലാളിതനായ മുബല്ലിഗായിരുന്നു അദ്ദേഹം. സംവിധാന മികവ് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. ഖിലാഫത്തുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം മാതൃകാപരമായ ബന്ധമായിരുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് പറയാൻ സാധിക്കുന്നതാണ്, നഫ്സ് സഞ്ചരിക്കുന്നത് പോലെ അദ്ദേഹം ഖിലാഫത്തിനോട് സഞ്ചരിക്കുമായിരുന്നു. ശരീരത്തോടൊപ്പം അദ്ദേഹം സഞ്ചരിച്ചിരുന്നു. ഹൃദയത്തിലായിരുന്നു ഖിലാഫത്തുമായുള്ള ബന്ധം ഉണ്ടായിരുന്നത്. പാകിസ്ഥാനിൽ ഖലീഫത്തുൽ മസീഹ് റാബി എന്നെ നാസിർ ആല ആയി നിശ്ചയിച്ചപ്പോൾ ആ സമയത്ത് ഒരു പ്രകടമായ അനുസരണത്തിന്റെ പെരുമാറ്റം ഞാൻ അദ്ദേഹത്തിൽ കണ്ടിരുന്നു. അത് ഖലീഫ നിയോഗിച്ചു, അദ്ദേഹത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തെ അനുസരിക്കണം. ഇത്തരത്തിൽ ഒരു മാതൃകായോഗ്യനായ മനുഷ്യനായിരുന്നു അദ്ദേഹം. അനുസരണ പുലർത്തുന്ന ഇത്തരത്തിലുള്ള ആളുകൾ ലോകത്ത് വളരെ കുറവാണ്. അള്ളാഹു അദ്ദേഹത്തിൽ കാരുണ്യം വർഷിക്കട്ടെ. അദ്ദേഹത്തിന്റെ സന്താനങ്ങൾക്കും അദ്ദേഹത്തിന്റെ നന്മകളും പ്രത്യേകതകളും തുടർന്നു പോകുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. വലിയ പ്രത്യേകതകൾക്ക് ഉടമയായിരുന്നു. ദരിദ്രരെ വിലമതിച്ചിരുന്നു. ഏതെല്ലാം മുറബികളുമായിട്ടാണ് ജോലി ചെയ്തിരുന്നത്.
അവരെ പരിഗണിച്ചിരുന്നു. അവരുടെ ആവശ്യങ്ങളിലേക്ക് ശ്രദ്ധയുണ്ടായിരുന്നു. അതിനെ പൂർത്തീകരിക്കുന്നതിന് ശ്രമിച്ചിരുന്നു. ഒരുപാട് മുറബിമാർ എനിക്ക് എഴുതിയിട്ടുണ്ട്. ഇതുകൂടാതെയുള്ള ജനാസ 2 ശുഹദാക്കളുടേതാണ്. ജമാഅത്തിന്റെ കാരണത്താൽ അല്ല ഷഹീദാക്കപ്പെട്ടത്. അവരുടെ കടയിൽ കൊള്ള നടന്നു. കൊള്ളക്കാർ വെടിവെച്ച് ഇവരെ ഷഹീദാക്കി. അതിലൊന്ന് മുബീൻ അഹമ്മദ് സാഹിബ് ഷഹീദ് മഹബൂബ് സാഹിബിന്റെ മകനാണ്. മറ്റൊന്ന് മുഹമ്മദ് സഫറുല്ല സാഹിബ് ലിയാഖത്ത് അലി സാഹിബിന്റെ മകനാണ്. 2018 ജൂലൈ 8 ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് കറാച്ചിയിലെ പ്രദേശമായ റീട്ട ചോക്ക് ചിറാക്കി വ്യാവസായിക മേഖലയാണ്. കൊള്ളക്കാർ വെടിവെച്ച് 3 അഹമ്മദി യുവാക്കളെ മുബീൻ അഹമ്മദ്, മഹബൂബ് സാഹിബ് സഫറുല്ല, മുഹമ്മദ് നസറുല്ല സാഹിബ് എന്നിവരെ പരിക്കേൽപ്പിക്കുകയുണ്ടായി. അത് കാരണം മുബീൻ സാഹിബിനും സഫറുല്ല സാഹിബിനും ഷഹാദ് സംഭവിച്ചു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവരുടെ കടയിലാണ് ഇവർ വന്നത്. ഇലക്ട്രോണിക്സിന്റെ കടയായിരുന്നു. അവർ അവിടെ വെടിവെച്ചു. അവരെ പിന്നീട് പിടിച്ചിട്ടുണ്ട്. അവർ ഫയർ ചെയ്ത് ഇവരെ ഷഹീദാക്കിയുണ്ടായി. മഹബൂബ് അഹമ്മദ് സാഹിബിന്റെ മകൻ മുനീബ് സാഹിബിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്തിന്റെ ഉദയം അദ്ദേഹത്തിന്റെ പ്രപിതാമകൻ ചൌധരി അല്ലാദത്ത സാഹിബ് മുഖേനയാണ് ഉണ്ടായത്. അദ്ദേഹം 1940 തന്റെ മൂത്ത സഹോദരൻ അബ്ദുൽ അസീസ് പട്ടുവാരി സാഹിബ് മുഖേന ബയ്യത്ത് ചെയ്തു. ബയ്യത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മക്കൾ എതിർ പ്രകടിപ്പിക്കാൻ തുടങ്ങി. വീട്ടിൽ അദ്ദേഹത്തിനായി പ്രത്യേക സ്ഥലം നിർണയിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ കിടക്കയും പാത്രങ്ങളും വേറെ തന്നെയാക്കി. എന്നാൽ അദ്ദേഹം വളരെ ക്ഷമയോടെ ആ സാഹചര്യത്തെ നേരിട്ടു. ഷഹീദ് മർഹൂമിന്റെ പിതാമഹൻ അലി മുഹമ്മദ് സാഹിബ് ജമാഅത്തിന്റെ വലിയ എതിരാളിയായിരുന്നു. ജമാഅത്തിന്റെ എതിരാളിയായ അത്താവുല്ല ബുഖാരിയുടെ അനുയായിയായിരുന്നു. കഠിനമായി എതിർത്ത വ്യക്തിയായിരുന്നു. അത്താവുല്ല ഷാ ബുഖാരി വിഭജന സമയത്ത് കായിസെ ആസമിനെതിരായി കാഫ്രെ ആസം എന്ന കഠിന വാക്കുച്ചരിച്ചു. മുസ്ലിം ലീഗിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പിതാമഹനും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. വിഭജനം നടന്ന് പിന്നെ പാകിസ്ഥാൻ ഉണ്ടായി. ജമാഅത്ത് ഹിജ്റത്ത് ചെയ്ത് ലാഹോറിൽ വന്നത് കണ്ട് അദ്ദേഹം ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ഹിജ്റത്തിനെ സംബന്ധിച്ചുള്ള പ്രവചനം പുലർന്നു എന്ന് മനസ്സിലാക്കി ജമാഅത്തിലേക്ക് ഒരു ചായ്വുണ്ടായി. പാകിസ്ഥാൻ നിലയിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഫാമിലി ഷീനോ ഷിഫ്റ്റായി. ഹദ്റത്ത് മുസ്ലിം മൗദുല്ലാനുവിന്റെ സിന്ധിയിലേക്കുള്ള പര്യടന വേളയിൽ ഷഹീദ് മർഹൂമിന്റെ പിതാമഹൻ റെയിൽവേ സ്റ്റേഷനിൽ ഖലീഫത്തുൽ മസീഹ് സാനിയെ കണ്ടപ്പോൾ ഹുസൂറിന്റെ മുഖം കണ്ട് പറഞ്ഞു, ഇത് ഒരിക്കലും ഒരു കള്ളവാദിയുടെ മുഖമല്ല. അങ്ങനെ ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചു. മുബീൻ അഹമ്മദ് സാഹിബ് BA വിദ്യാർത്ഥിയായിരുന്നു. ഷാ സമയത്ത് മർഹൂമിന്റെ വയസ്സ് 20 ആയിരുന്നു. മുനീബ് സാഹിബ് ഉന്നത സ്വഭാവ ഗുണങ്ങൾക്ക് ഉടമയായിരുന്നു. ധൈര്യവാനും പ്രസന്നവദനുമായ ഉടമയായിരുന്നു. സുന്ദരനായിരുന്നു. മുബീൻ സാഹിബ് 5 നേര നമസ്കാര ശീലമുള്ള വ്യക്തിയായിരുന്നു. പിന്നീട് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറിയിരുന്നു. ഷഹീദ് മർഹൂം ജമാഅത്തിന്റെ ജോലികളിൽ അതീവ ആവേശത്തോടെ പങ്കെടുത്തിരുന്നു. പ്രവർത്തന നിരതനായ ഒരു ഖാദിമായിരുന്നു. ജമാഅത്തിന്റെ ജോലികൾക്ക് തടസ്സമായി സ്വന്തം ജോലി വന്നു കഴിഞ്ഞാൽ അതിൽ ഉപേക്ഷിക്കുന്നതിൽ യാതൊരു മടിയും കാണിച്ചിരുന്നില്ല. ഷഹീദ് വസിയത്ത് ചെയ്തിരുന്നു. വസിയത്ത് നമ്പർ വന്നിട്ടുണ്ട്. വസിയത്ത് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചുറ്റുപാടുമുള്ളവരോട് വളരെ നല്ല സുഹൃത്ത് ബന്ധമുണ്ടായിരുന്നു. അവിടെ വന്ന വലുതും ചെറിയവരുമായ എല്ലാവരും അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ടിരുന്നു. മുനീബ് സാഹിബിന്റെ ഈ സംഭവത്തിൽ തന്നെ ഷഹീദായ മറ്റൊരു ഖാദിം മുഹമ്മദ് സഫറുല്ല ഖാൻ സാഹിബാണ്. അദ്ദേഹത്തിന്റെ പിതൃ സഹോദരി പുത്രനാണ്. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പിതാവ് മഹബൂബ് അഹമ്മദ് സാഹിബ്, മാതാവ് അഹമ്മത്തുൽ ഹഫീസ് സാഹിബ, കൂടാതെ സഹോദരിമാർ മുബീന മഹബൂബ് 21 വയസ്സ്, കിൻസ മഹബൂബ് 16 വയസ്സ്, ഒരു സഹോദരൻ അമീൻ അഹമ്മദ് 13 വയസ്സ് എന്നിവരാണ്. രണ്ടാമത്തെ ഷഹീദ് മുഹമ്മദ് സഫറുല്ല സാഹിബ് ലിയാഖത്ത് അലി സാഹിബിന്റെ മകനാണ്. ഇദ്ദേഹത്തിന് ഈ സംഭവത്തിൽ 3 വെടിയുണ്ട ഏറ്റിരുന്നു. അതുമൂലം അദ്ദേഹത്തിന്റെ 2 വൃക്കകളും വലിയ മുറിവുകൾ സംഭവിച്ചു. അദ്ദേഹത്തെ ഓപ്പറേഷൻ ചെയ്തിരുന്നു. ഓപ്പറേഷൻ ശരിയായിരുന്നു. എന്നാൽ പിന്നീട് ആരോഗ്യം മോശമായി. രണ്ടാമതും ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടർമാർ തീരുമാനിച്ചു. എന്നാൽ ഒരു രാത്രി മുമ്പ് ഇദ്ദേഹത്തിന് ഷഹീദായി. അങ്ങനെ വഫാത്ത് സംഭവിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിലും അഹമ്മദിയത്തിന്റെ ഉദയം
പ്രവിതാമകൻ ഗുലാമുദ്ദീൻ സാഹിബ് മുഖേനയാണ് ഉണ്ടായത്. ഗുർദാസ്പൂർ ജില്ലയ നിവാസിയായിരുന്നു. ഹസ്രത്ത് മസീമോദ് അലി ഇസ്ലാം സഹാബി ഹസ്രത്ത് അബ്ദുൽ അസീസ് പട്ടുവാരിയുടെ കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഒരിക്കൽ കാദിയാനിൽ ചെന്നു. ഹസ്രത്ത് മസീമോദ് അലി ഇസ്ലാമുമായി മുലാഖാത്തിന് ശേഷം ഇദ്ദേഹം ബയ്യത്ത് ചെയ്തു. മുഹമ്മദ് സഫറുല്ല സാഹിബ് ജനനം 1993 ഒക്ടോബറിലാണ്. കറാച്ചിയിലാണ് ജനിച്ചത്. വളരെ സന്തോഷഭരിതനും പ്രസന്നവദനുമായ ഖാദിമായിരുന്നു. എല്ലാ സമയത്തും അദ്ദേഹത്തിന്റെ ചുണ്ടുകളിൽ ചിരി വിടർന്നിരുന്നു. മർഹൂം ജമാഅത്തിന്റെ സേവനത്തിനും അതീവ ആവേശം പ്രകടിപ്പിച്ചിരുന്നു. ഖുദ്ദാമുൽ അഹമ്മദിയയുടെ വിവിധ വകുപ്പുകളിൽ പ്രവർത്തിച്ചിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മർഹൂം മൂസിയായിരുന്നു. ഷഹാദത്തിന്റെ സമയത്ത് ഇദ്ദേഹത്തിന്റെ വയസ്സ് 25 ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പിതാവ് ലിയാഖത്ത് അലി സാഹിബ്, മാതാവ് നസീറ ബേൻ സാഹിബ, 5 സഹോദരന്മാരാണ്. വജാത്ത് അഹമ്മദ് 33 വയസ്സ്, മൻസൂർ അഹമ്മദ് 31, മുസ്തൻസർ അഹമ്മദ് 28 വയസ്സ്, ഷിയാദ് അഹമ്മദ് 27 വയസ്സ്, ഹാഫിസ് മുഹമ്മദ് നസറുല്ല 24 വയസ്സ്. ഈ സംഭവത്തിൽ പരിക്കേറ്റ ഹാഫിസ് മുഹമ്മദ് നസറുല്ല സാഹിബ് ഇദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ നടന്നു. ആശുപത്രിയിൽ ചികിത്സയിലാണ്. അള്ളാഹു അദ്ദേഹത്തിന് പരിപൂർണ ആരോഗ്യവും രോഗശമനവും നൽകുമാറാകട്ടെ. ഈ മർഹൂമികളുടെ പദവി ഉയർത്തുമാറാകട്ടെ. കുടുംബാംഗങ്ങൾക്ക് ക്ഷമയും സ്ഥൈര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.